നമസ്കാരം. ഓരോ ദിവസം കഴിയുന്തോറും അൻവറിന്റെ അവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് പറ്റി ഉണ്ണി എന്ന് ചോദിച്ചു പോവുകയാണ്. വല്ലാത്ത ഒരു ജീവിതം തന്നെയല്ലേ നമ്മുടെ അമ്പർക്കാന്റെ. ഇന്നും മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. എന്താണ് അങ്ങനെ മാധ്യമപ്രവർത്തകരെ കാണാൻ ഇടയായ സാഹചര്യം എന്ന് ആദ്യം തന്നെ പറയാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയൊക്കെ നട്ടാൽ കുരുക്കാത്ത പല പച്ചക്കള്ളങ്ങളും നമ്മുടെ പി വി അൻവർ ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സർക്കാർ മന്ത്രിയാക്കും എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ്. അവസാനം മനസ്സിലായി ഈ പോയ കോടാലിയെ ആക്കുകയില്ല. ഇനി ഈ പറയുന്നത് പോലെ പാർട്ടി ഈ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊന്നും ചൂട്ടും പിടിക്കില്ല എന്ന്. അതൊക്കെ മനസ്സിലാക്കിയ അൻവർ ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്തിയാടാൻ വേണ്ടി, മനഃപൂർവ്വം ചില കാരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ. പി ശശിക്കെതിരെയായിരുന്നു കൂടുതൽ ആരോപണങ്ങൾ. പി ശശി അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊക്കെ നമ്മളങ്ങനെ കുറെ കഥകളൊക്കെ കേട്ടു. പോലീസിനെ വെച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിനെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ കേട്ടു. അവസാനം കുറെ ആരോപണങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അൻവറിന് എതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. അൻവർ എന്താണ് ചെയ്തതെന്ന് അറിയോ? അൻവർ ആ വക്കീൽ നോട്ടീസിന് മറുപടി പോലും കൊടുത്തില്ല. എന്തുകൊണ്ടാണ് മറുപടി കൊടുക്കാത്തത്? പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഉന്നയിക്കാനിടയായ സാഹചര്യവും എന്ത് തെളിവാണ് ഉള്ളത് എന്നൊക്കെ ആ വക്കീൽ നോട്ടീസിൽ ചോദിക്കുന്നുണ്ട്. തെളിവൊന്നും ഇല്ലല്ലോ. തെളിവില്ലാതെയാണല്ലോ മുഴുവൻ ഗീർവാണവും അടിച്ചിരുന്നത്. ഏതെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘമൊക്കെ കൊടുത്ത പല വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കുംഭസാര വിവരങ്ങൾ കയ്യിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു രേഖയുമില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പ്രതിസ്ഥാനത്ത് നിർത്താനായിട്ട്. അങ്ങനെ വന്നപ്പോൾ പി വി അൻവർ പെട്ടു. ഈ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുവല്ലോ, എന്ത് തെളിവാണ് മിസ്റ്റർ പി വി അൻവർ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന്. അൻവർ തന്നെ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ല എന്ന്. ആ വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ വക്കീൽ നോട്ടീസ് അയക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗം എന്തായാലും ശരിയാണെന്ന് കാണിച്ചു തരേണ്ടതുണ്ട്. മടിയിൽ കനമില്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തലശ്ശേരി, കണ്ണൂർ കോടതികളിൽ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. പെട്ടു എന്ന് മനസ്സിലായി. താൻ 2.5 മാസം ഇരുന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം പച്ചക്കള്ളമാണെന്ന് മനസ്സിലായപ്പോൾ പി വി അൻവർ വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനൊന്നും അല്ല, ഞാനത് മനഃപൂർവ്വം വക്കീൽ നോട്ടീസിന് മറുപടി കൊടുക്കാതിരുന്നതാണ്, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന രീതിയിലൊക്കെയാണ് അങ്ങ് ന്യായീകരിച്ചു മെഴുകുന്നത്. ഇനി പി വി അൻവർ പറയുന്നത് മുഴുവൻ ശരിയാണ് എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. എന്താണ് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ചെയ്യുക? അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എൻ്റെ തെളിവുണ്ട്, നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുക്കും. പോട്ടെ, കേരള സർക്കാരിൽ പി വി അൻവറിന് യാതൊരു രീതിയിലുള്ള വിശ്വാസവുമില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കാം. കാരണം പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്ന പി വി അൻവർ അങ്ങനെ അതിന് മുതിർന്നില്ല? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അപ്പൊ പി വി അൻവറിന്റെ ഉദ്ദേശം വേറൊന്നായിരുന്നു. അതായത് എങ്ങനെയെങ്കിലും ഈ സർക്കാരിന്റെ ഭാഗമായി ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു മന്ത്രിയാവുക, അതാകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇദ്ദേഹം ചെയ്ത ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊന്നും ഈ സർക്കാർ ചൂട്ടുപിടിക്കില്ല എന്നും ഒക്കെ മനസ്സിലായി. ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് കണ്ടപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് ചാടാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം വേണം. അതിനുള്ള വെറും ഒരു കാരണം മാത്രമായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്ന പല ആരോപണങ്ങളും എന്നും ഇപ്പൊ തെളിയുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് പി വി അൻവർ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടില്ല? ഇപ്പോഴും അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പോ അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു. അല്ലെങ്കിലും എന്തൊക്കെ മേളമായിരുന്നു, മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി 3 നേരം ഗുളിക കഴിക്കും പോലെയാണ് പലതും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അൻവറിന്റെ പ്രസ് മീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പോലും മാധ്യമങ്ങളില്ല. എന്താ? അവർക്ക് മനസ്സിലായി അൻവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ നുണയാണെന്ന്, കല്ലുവെച്ച നുണയാണെന്ന്. ഇപ്പൊ അൻവറിന്റെ ഈ പ്രസ് മീറ്റ് ഒക്കെ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നതെന്ന് അറിയോ? ഇപ്പൊ ഈ സിനിമ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ അണ്ണന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, ആറാട്ടണ്ണൻ, കങ്കു അണ്ണൻ, കിങ് ബോയ്, പെരേര എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഗണത്തിലേക്ക് പൊളിറ്റിക്സിൽ നിന്ന് ഒരു അണ്ണൻ വന്നിരിക്കുന്നു, നമ്മുടെ നിലമ്പൂർ അണ്ണൻ. അറിയാമല്ലോ, ഇപ്പൊ DMK ആണ്, DMK സംഘടനയുടെ നേതാവാണ്. അപ്പോ இந்த അണ്ണനെ നമ്മ എപ്പടി കൂപ്പിടണം, അതായത് അമ്പർക്ക് അണ്ണൻ കൂപ്പിടണം, അപ്പടിതാ കൂപ്പിടണം. അപ്പൊ വന്ന്
അൻവർ ഇങ്ങനെ എല്ലാം കയ്യിൽ നിന്ന് പോയപ്പോൾ ഇന്ന് ന്യായീകരിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇന്നും പഴയ സാധനം തന്നെ, ഇത് പഴയ ഈ അടിക്കുന്ന അടി തന്നെ വീണ്ടും ഒന്ന് പുതുക്കി അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അതിനിടയിൽ രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിനിടെ. അതുകൂടി നമുക്കൊന്ന് കാണാം. വേറൊന്നുമല്ല, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ചേലക്കരയിലെ അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നതാണെന്ന് തോന്നുന്നു. അതായത് അവിടെ രമ്യ ഹരിദാസിന് ചെറിയ രീതിയിലുള്ളൊരു സാധ്യത കാണുന്നുണ്ടെന്നാണ്. ഇന്നലെ വരെ രമ്യ ഹരിദാസിനെ വലിയ രീതിയിൽ ഈ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാണ്. അതുപോലെ തന്നെ ഈ രമ്യ ഹരിദാസിനെതിരെ ഇദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം എല്ലാവർക്കും ഓർമ്മയില്ലേ? ലിപ്സ്റ്റിക് വിവാദം. അപ്പോൾ അതൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയെടുത്തത് എന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി അവിടെ രമ്യ ഹരിദാസിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു. മാത്രമല്ല, രമ്യ ഹരിദാസിനെതിരെ എന്തൊക്കെ രീതിയിലുള്ള നീക്കമായിരുന്നു. മറുനാടൻ ഷാജൻ ആയിട്ട് വലിയ ബന്ധമാണ്, അതുകൊണ്ട് രമ്യ നിന്നെ ഞങ്ങൾ തോപ്പിക്കും എന്നൊക്കെ പറഞ്ഞു നടന്ന മനുഷ്യനാണ്. എത്ര വേഗമാണല്ലേ ഓന്തിന്റെ നിറം മാറുന്നതിനേക്കാൾ വേഗത്തിൽ അൻവറിന്റെ നിറം മാറുന്നത്. അല്ലെങ്കിൽ നിറം മാറി ഇപ്പൊ ഒരു താമരയുടെ നിറമായിട്ടുണ്ടോ നമ്മുടെ അൻവർക്കാക്ക്. അത് കഴിഞ്ഞ് ഇതാ വീണ്ടും മലക്കം പറഞ്ഞിട്ട് പറയുകയാണ്, അതായത് ആ ചേലക്കരയിൽ DMK സ്ഥാനാർത്ഥിയായിട്ടുള്ള സുധീർ ജയിക്കുമെന്ന്. എന്തോ കാര്യമായിട്ട് അൻവറിന് പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സുധീർ അവിടെ ജയിക്കും എന്നൊക്കെ അൻവർ പറയുന്നത് കേൾക്കുമ്പോൾ കേരളക്കാർ ഒന്നടക്കം ചിരിക്കുകയാണ് അൻവറെ. എന്തായാലും അൻവറിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കാണാം. ചേലക്കരയിൽ 20,000 വോട്ട് തൊട്ട് ജയിക്കാവുന്ന വോട്ട് വരെ ഞങ്ങൾ മുന്നോട്ട് പോകും. 20,000 വോട്ടിൽ നിന്ന് ഒരു വോട്ടും കുറയില്ല എന്ന് അന്ന് പറഞ്ഞതുപോലെ തന്നെ 1000 തവണ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത് പറയാൻ പറ്റില്ല. അത് ആരും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്നല്ലേ നോക്കിയത്. അതില് CPM-ൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വലിയ വോട്ട് വരികയും UDF-ൽ നിന്ന് അത്ര തന്നെ വോട്ട് വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ രമ്യക്ക് ചെറിയൊരു എഡ്ജ് ഉണ്ടാവും. സാധ്യതയേറെ ഈ പറയുന്ന NK സുധീറിനാണ് DMK സ്ഥാനാർത്ഥി. ഇനി അൻവർ പാലക്കാടിനെ കുറിച്ച് ചിലതൊക്കെ പറയുന്നുണ്ട്. പാലക്കാട് അതായത് അവിടെ കൂട്ടടിയാണ് കോൺഗ്രസിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. എന്നാലും അവിടെ BJPക്കാണ് സാധ്യത. എന്ത് സന്തോഷമാണ് BJP അവിടെ ജയിപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ 2031 കേരളം BJP പിടിക്കും എന്നൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിച്ച വ്യക്തിയാണല്ലോ. അപ്പൊ പിന്നെ പാലക്കാട് പിടിക്കും എന്ന് പറയാൻ നേരത്തെ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും പണ്ട് എന്തിനെയൊക്കെയാണോ എതിർത്ത് നടന്നത് അതിനെയൊക്കെ ഇപ്പോൾ വല്ലാതെ തലോടിക്കൊണ്ട് നടക്കുന്ന ഒരു അൻവർക്കാനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ച് ഞങ്ങൾ രാഹുലിനൊപ്പം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇതിനൊപ്പം തന്നെ ഇത് അങ്ങോട്ടും ഒഴുകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഏകദേശം ഈ പറയുന്ന പോലെ വലിയ മുന്നേറ്റം നടത്തണം, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കോൺഗ്രസിൽ മുഴുവൻ പൊട്ടിത്തെറിയാണ് എന്ന രീതിയിലേക്ക് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ സംസാരങ്ങളൊക്കെ മുഴുവൻ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പാലക്കാട് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ശരിയാണ്. അതായത് സരിൻ തന്നെയാണ് മുന്നേറ്റം നടത്തുന്നത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരേ സമയം അവിടെ BJPയും രാഹുൽ മാങ്കൂട്ടവും ജയിക്കും എന്ന് പറയുമ്പോഴും ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ഭിന്നതകൾ നന്നായി തന്നെ അൻവർ തുറന്നു കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യമാക്കണ്ട. ചില സമയമൊക്കെ അറിയാതെ ഇങ്ങനെ നാക്കി നിന്നൊക്കെ പുറത്തെയാടും, അകത്ത് കിടക്കുന്ന സംഗതികളൊക്കെ പുറത്തെയാടും. അപ്പൊ അങ്ങനെയൊക്കെ തെളിഞ്ഞു കാണാണ്. മൂന്നാമത് അവിടുത്തെ വിഷയം സരീനുമായി ബന്ധപ്പെട്ട വിഷയം, സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത വലിയ പ്രശ്നം പാർട്ടിക്കുള്ളിലുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു ആന്റി പിണറായി മൈൻഡിലാണ് സഖാക്കള് വലിയൊരു ശതമാനം നിൽക്കുന്നത്. അവരുടെ വോട്ട് ഞാൻ മനസ്സിലാക്കിയത്, അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയതും രാഹുൽ മാങ്കൂട്ടത്തിനല്ല വോട്ട് പോകുന്നത്. ആ വോട്ട് കൂടി ആർക്കാ പോകുന്നത്? BJP സ്ഥാനാർത്ഥിക്കാണ്. ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് പാലക്കാട് നിൽക്കുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആകെ തിരിഞ്ഞിരിക്കുന്നു. അവരെ പോയി പാച്ചപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ പാച്ചപ്പ് ചെയ്യേണ്ട വിഷയങ്ങളിൽ പാച്ചപ്പ് ചെയ്യാൻ UDF ലീഡർഷിപ്പിന് അവിടെ കഴിഞ്ഞിട്ടില്ല. ഇനിയും 2-3 ദിവസമുണ്ട്. അത് സീരിയസ് ആയിട്ട് കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ പാലക്കാടത്തെ കാര്യവും പോക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പരിതാപകരമാണ്. കാരണം DMK അവിടെ പിന്തുണ കൊടുത്തു. നമ്മുടെ പ്രവർത്തകർ നമ്മളാൽ കഴിയുന്ന വിധം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് അവിടെ 16 തട്ടിലാണ്. കോൺഗ്രസ്സുകാരെ തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്താൻ കോൺഗ്രസ് ലീഡർഷിപ്പിന് ഈ നിമിഷവും കഴിഞ്ഞിട്ടില്ല. ഇനി KPCC പ്രസിഡന്റ് പോലും സംസാരിക്കില്ലാത്ത രീതിയിൽ വലിയ ദണ്ണ നമ്മുടെ അൻവർക്കാക്ക്. കോൺഗ്രസിന് പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും സംഭവിക്കാൻ പോകുന്ന ജീർണതയെക്കുറിച്ച്, തിരിച്ചടികളെ കുറിച്ച് ഇനിയൊരു ക്ലാസ് ആണ്.
അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ, KPCC പ്രസിഡന്റ് ഒന്നും അല്ല കേട്ടോ, ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ് ആക്കിയാലോ എന്നോർത്തിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇനി സുധാകരൻ സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ള ഒരു ക്ലാസ് ആണ്, എന്തായാലും അതുകൂടി നമുക്കൊന്ന് കാണാം. വയനാട് നിങ്ങൾ നോക്കൂ, എന്താ ഇങ്ങനെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു പോയത്? ആരാണ് അതിന് ഉത്തരവാദി? 64% വയനാട് പോലെയുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് കുറയണമെങ്കിൽ അത് കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ നിരുത്തരവാദപരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലേ? ആകെ വയനാട്ടിൽ പ്രവർത്തിച്ചപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ലീഗിന്റെ പ്രവർത്തകർ മാത്രമാണ്. ലീഗ് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവരുടെ പരമാവധി വോട്ടുകൾ ജയിച്ചിട്ടുണ്ട്. അതായത് വീട്ടിൽ 4 കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ 2 ആളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ആ സ്ഥിതിയെ വയനാട്ടിൽ വന്നതിന്റെ മറ്റൊരു പ്രതിഫലനം ഇതാ ഈ പറഞ്ഞതുപോലെ അവിടെ വരാൻ പോവുകയാണ്. അവിടെ ആളുകൾ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പൊ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതും അന്വേഷിച്ച് മനസ്സിലാക്കിയതും ലീഡർഷിപ്പിന്റെ എന്താ പറയാ അതിപ്രസരമാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക സ്വാഭാവികമായിട്ട്. ഈ വരുന്ന നേതാക്കന്മാരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവരുടെ പിന്നാലെ നടക്കുകയാണ് ആര്? കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ. അവർ വരുന്ന യോഗങ്ങളിൽ ആളെ കൂടണം, അവരുടെ മീറ്റിങ്ങുകളിൽ ആളെ കൂടണം. ഇവരൊക്കെ ഈ AC റൂമിൽ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് AC കാറിൽ ഇറങ്ങി മീറ്റിങ്ങിൽ പോയി പങ്കെടുത്തവർ മാത്രം പാലക്കാട് ജയിക്കാൻ കഴിയില്ല. താഴേക്കിടയിലേക്ക് ഇറങ്ങി കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് പ്രവർത്തിക്കുന്നില്ല. വ്യക്തിപരമായി പോയിട്ട് ആളുകളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നില്ല. വലിയ വിഷയങ്ങളുണ്ട് അവിടെ. പലതരത്തിലുള്ള ട്വിസ്റ്റാണ് കോൺഗ്രസിന്റെ അകത്ത് നടക്കുന്നത്. ഇനി 2-3 ദിവസമുള്ളൂ. അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പരാജയം ഉണ്ടാവും. അവിടെയും ലീഗിനുള്ള ശേഷി ഉപയോഗിച്ച് ലീഗ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി DC ബുക്സിൽ എങ്ങനെയാണ് EP-യുടെ അച്ചടിക്കാത്ത ആത്മകഥ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നതെന്ന് കൂടി അൻവർക്ക് പറയുന്നുണ്ട്. എല്ലാം എനിക്കറിയാം, ഇങ്ങനെ എല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂരും തലശ്ശേരിയിലും നല്ല മുട്ടൻ ക്രിമിനൽ കേസ് കൊണ്ടേ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെയൊക്കെ പല രീതിയിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നുണ പറയുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. EP ജയരാജനെ പുറത്താക്കാൻ വേണ്ടിയാണ്, സരിനെ പുറത്താക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, സരിനും അതുപോലെ തന്നെ സരിന്റെ ഭാര്യയൊക്കെ വോട്ട് ചെയ്യാൻ പോകണം BJP-ക്കാണെന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. ആ സരിന്റെ ഭാര്യയ്ക്കെതിരെ VD സതീശൻ ഇതുപോലൊരു വ്യാജ പ്രചരണം നടത്തിയതിന് ഇന്നലെ കർണമടിച്ചു പോക്കുന്ന രീതിയിലുള്ള മറുപടി ഡോക്ടർ സൗമ്യ സരിൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോക്ടർ സൗമ്യ സരിന്റെയും വായിൽ നിന്ന് PV അൻവറും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൂട്ടാനുള്ള പണിയാണ്. നല്ല അടി കിട്ടുമ്പോൾ എന്തായാലും അണ്ണൻ ഒന്ന് ഒതുങ്ങിക്കോളും. മാത്രമല്ല ഇനിയിപ്പോൾ ഈ ഡോക്ടർ സൗമ്യ സരിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങളിൽ ഇടം നേടാനുള്ള ഒരു തന്ത്രമാണോന്നും പറയാൻ പറ്റില്ലേ. കാരണം ഇത്തിരി ഈ മീഡിയ മാനിക്കാണ്, മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി എന്തും കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 2.5 മാസം ഇങ്ങനെ ഉണ്ടയില്ല വെടിവെച്ച് ഇങ്ങനെ കുറെ പ്രഹസനം കാട്ടിക്കൂട്ടിയത്. ഇപ്പോൾ മാധ്യമങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടൊന്ന് സരിനെയും ഡോക്ടർ സരിന്റെ ഭാര്യയും ഒക്കെ ഒന്ന് ഇങ്ങനെ വ്യാജന്മാരായി ചിത്രീകരിച്ച് നോക്കാം. അങ്ങനെ വരുമ്പോൾ വിവാദം ഉടലെടുക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ അണ്ണന്റെ ഫോട്ടോ വീണ്ടും ഈ പത്രങ്ങളിലൊക്കെ വരും. PV അൻവർ എന്ന് പറയുന്ന നേതാവ് കൂടെ ഉണ്ട് എന്ന് മറ്റേ ആളുകളൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനുവേണ്ടിയുള്ള തന്ത്രമാണോ എന്ന് അറിയില്ല. എന്തായാലും ആ ഗീറുവാണം കൂടി ഒന്ന് കാണാം. പിന്നെ സരിന്റെ വോട്ട് അതും കൂടെ കേട്ടോ നിങ്ങൾ. സരിൻ തന്നെ ആർക്ക് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. സരിനും ഭാര്യയും സരിന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളും ചെയ്യാൻ പോകുന്ന വോട്ട് BJP-ക്കാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സരിന് ഒരു കാരണവശാലും ജയിക്കാൻ കഴിയില്ല, 3ാം സ്ഥാനത്താണ്. അപ്പോൾ സരിനെ ഈ വഴിയാധാരമാക്കിയ KPCC ലീഡർഷിപ്പിന് ഉള്ള ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന നിലക്ക് ആ വിഭാഗം സരിനടക്കം, ഒരുപക്ഷെ സരിന്റെ ഭാര്യ അടക്കം ചെയ്യുന്ന വോട്ട് കൃഷ്ണകുമാറിനാണ്. അപ്പോൾ ശരി എന്നാ, അൻവർക്ക് ഇനിയും കുറെ കോമഡികളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തേക്ക് ഇത് മതി. വേറൊന്നും കൊണ്ടല്ല, കണ്ടും കേട്ടും ചിരി അടക്കാൻ കഴിയാതെ ഇരിക്കുകയായിരിക്കും പ്രേക്ഷകരെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ ചിരിപ്പിച്ച് മടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.